ഹലോ ഗുഡ് മോർണിംഗ്. നമ്മളിനി സ്റ്റിഫ്നെസ് മെത്തേഡിലെ നെക്സ്റ്റ് പ്രോബ്ലമാണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് പ്രോബ്ലം നമ്മൾ ചെയ്തൊരു സിമ്പിൾ പ്രോബ്ലമായിരുന്നു. ഒരു വൺ സ്പാൻ മെമ്പറുള്ളൊരു പ്രോബ്ലമായിരുന്നു. ഞാൻ അടുത്തത് ഒരു 2 സ്പാൻ വരുന്ന കേസിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്കറിയാം ഇതിൻ്റെ ക്വസ്റ്റ്യൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എ ബി ആൻഡ് ബി സി എന്ന് പറഞ്ഞ 2 സ്പാൻ ഉണ്ട്. എ ബിയിലൊരു 10 കിലോ ന്യൂട്ടൺ ലോഡുണ്ട്. ബി സിയിൽ ലോഡൊന്നും കൊടുത്തിട്ടില്ല. ഒരു സിമ്പിൾ പ്രോബ്ലമാണിത്. ഓക്കെ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിൻ്റെ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി അല്ലെങ്കിൽ ഡിഗ്രി ഓഫ് ഫ്രീഡം കാൽക്കുലേറ്റ് ചെയ്യലാണ്. ഫിക്സഡ് സപ്പോർട്ടിൻ്റെ കേസിൽ കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി ഡിഗ്രി ഓഫ് ഫ്രീഡം 0, ഹിഞ്ചാണ് ഇവിടെ 1, ഇവിടെ ഹിഞ്ചാണ് അവിടെ 1, സോ ടോട്ടൽ 2 വരും. അങ്ങനെയാണ് ഇവിടെ ഡിക്ക് 2 വന്നത്. അതിന് ആ വാല്യൂ എവിടെയാണ് നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യേണ്ടത്. കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി 2 എന്ന് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഏതിനാണ് സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് എടുക്കേണ്ടതാണ് നമ്മൾ നെക്സ്റ്റ് നോക്കേണ്ടത്. അപ്പോൾ നമുക്ക് അറിയാം ഹിഞ്ച് സപ്പോർട്ടിൽ റൊട്ടേഷനാണ് സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് ഉണ്ടാവുക. സോ ഹിഞ്ച് സപ്പോർട്ടിലെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ നമ്മൾ അവിടെ മാർക്ക് ചെയ്യുക. അതിന് R1 നെയിം ചെയ്തു. ദെൻ അടുത്ത ഹിഞ്ച് സപ്പോർട്ട് സി ഹിഞ്ച് സപ്പോർട്ടാണ്. അവിടുത്തെ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ R2 എന്ന് മാർക്ക് ചെയ്തു. അപ്പോൾ അത് രണ്ടുമാണ് നമ്മുടെ സിസ്റ്റം കോർഡിനേറ്റ്സ്. ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി 2 ആയതുകൊണ്ട് 2 സിസ്റ്റം കോർഡിനേറ്റ് വന്നു. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് സ്റ്റിഫ്നെസ് മെട്രിക്സ് KS ഫോർമുലേറ്റ് ചെയ്യലാണ്. KS ഫോർമുലേറ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് KE മെട്രിക്സ് ഫോർമുലേറ്റ് ചെയ്യണം. K എന്ന് വെച്ചാൽ എലിമെൻറ്റ് സ്റ്റിഫ്നെസ് മെട്രിക്സ്. ഇവിടെ 2 എലിമെൻ്റ് ഉണ്ട്. സോ KE1 വേണം, KE2 വേണം. KE മെട്രിക്സിൻ്റെ ഇക്വേഷൻ EI/L 4224 ആണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് മെമ്പറിൻ്റെ ലെങ്ത്ത് 6 മീറ്റർ ആണ്. സോ അപ്പോൾ എന്ത് വരും, EI/6 4224 വരും KE1. ദെൻ KE2 സെക്കൻഡ് മെമ്പർ 6 മീറ്റർ ആണ്, അതും EI/6 4224 വരും. ഓക്കെ, സോ KS മെട്രിക്സ് ഫോം ചെയ്യുക. KS മെട്രിക്സ് ഫോം ചെയ്യുകയെന്ന് വെച്ചാൽ KE മെട്രിക്സിന് KE1നെയും KE2നെയും ഡയഗണലി പ്ലേസ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെയാണ് കിട്ടുന്നത്. EI/6 4200 2400 00 4200 24 എന്ന് വരും. ഓക്കെ, അപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പ് കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മുടെ ഇക്വലൻ്റ് ജോയിൻ ലോഡ് കണ്ടുപിടിക്കലാണ്. സോ അതിന് വേണ്ടി നമ്മൾ ആദ്യം ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് 2 മെമ്പറിലെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് കണ്ടുപിടിക്കുക. അപ്പോൾ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ് 7.5 വന്നിട്ട് സെക്കൻഡ് മെമ്പറിൽ 0 ആണ്. സോ നമുക്കതിന് ഡയറക്ഷൻ ചേഞ്ച് ചെയ്ത് എഴുതിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ കിട്ടും അതിൻ്റെ ഇക്വാലൻ്റ് ജോയിൻ ലോഡ്. ഓക്കെ, ഇക്വാലൻ്റ് ജോയിൻ ലോഡ് അപ്പോൾ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ലോഡ് 7.5ഉം R2 കറസ്പോണ്ടിങ് ആയിട്ട് 0. ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ് 7.5ൻ്റെ ഡയറക്ഷൻ, അതുകൂടി നോട്ട് ചെയ്യും. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് നമുക്ക് അതിന് സിസ്റ്റം കോർഡിനേറ്റ് അല്ലെങ്കിൽ അനാലിസിസ് സ്ട്രക്ചർ കണ്ടുപിടിക്കലും എലിമെൻറ്റ് കോർഡിനേറ്റ്. നമുക്കറിയാം ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻഡിപെൻഡൻസി 2 ആയതുകൊണ്ട് ഇതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ് അല്ലെങ്കിൽ അനാലിസിസ് സ്ട്രക്ചർ ഇങ്ങനെയാണ് വരിക. എലിമെൻറ്റ് കോർഡിനേറ്റ് 4 എലിമെൻറ്റ് കോർഡിനേറ്റ്സ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ സിസ്റ്റം കോർഡിനേറ്റ്സ് ഇങ്ങനെ വന്നുകൊണ്ട് അതിൻ്റെ R മെട്രിക്സ് നമുക്ക് ഈ സ്റ്റെപ്പ് തന്നെ എഴുതാം. R മെട്രിക്സ് എന്ന് വെച്ചാൽ ഈ R1 R2 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻ്റ് ജോയിൻ ലോഡിൻ്റെ വാല്യൂ. ഓക്കെ, R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇക്വാലൻ്റ് ജോയിൻ ലോഡ് എന്ന് പറയുന്നത് 7.5 ആണ്. പക്ഷേ നമ്മൾ R1ൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസിലാണ് എടുത്തിരിക്കുന്നത്. 7.5ൻ്റെ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസിലാണ് 7.5 നമ്മൾ ഇക്വാലൻ്റ് ജോയിൻ ലോഡിൻ്റെ അകത്തുള്ളത്. സോ എന്ത് വരും, -7.5. ഇതൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ എക്സ്പ്ലെയിൻ ചെയ്തതാണ്. -7.5 വരും. ഓക്കെ, ദെൻ R2 എന്ന് പറയുന്നത് ഇക്വാലൻ്റ് ജോയിൻ ലോഡിൻ്റെ അകത്ത് ഇവിടെ നോക്കുക, ഇക്വാലൻ്റ് ജോയിനിനടുത്ത് R1 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. സോ R മെട്രിക്സ് എഴുതുമ്പോൾ എന്ത് വരും, -7.5 വരും. എന്തുകൊണ്ടാണ്, നമ്മുടെ ഈ R1 ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ ഇവിടെ R1 ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്. ദെൻ R2ൻ്റെ വാല്യൂ R2 ക്ലോക്ക് വൈസ്, ഇവിടെ R2ൻ്റെ വാല്യൂ 0 ആണ്. 0 എന്ന് പറയുമ്പോൾ ഡയറക്ഷൻ ഒന്നും നോക്കണ്ട, അതുകൊണ്ട് നെഗറ്റീവ് പ്ലസ് ഒന്നും ഇടണ്ട, ഡയറക്ഷൻ എങ്ങനെയായാലും 0. അപ്പോൾ R മെട്രിക്സ് കിട്ടി. നെക്സ്റ്റ് സ്റ്റെപ്പ് നമ്മുടെ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യലാണ്. മെട്രിക്സ് A ഫോം ചെയ്യലാണ്. മെട്രിക്സ് A ഫോം ചെയ്യണമെങ്കിൽ നമ്മൾ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ്സിന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. അപ്പോൾ നമ്മൾ ഫസ്റ്റ് സിസ്റ്റം കോർഡിനേറ്റ് R1 എന്ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക. R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റിനാണ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യേണ്ടത്. എന്നിട്ട് നമ്മൾ അതിൻ്റെ എലിമെൻറ്റ് കോർഡിനേറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് കണ്ടുപിടിക്കുകയാണ് നമ്മൾ ഇതിൽ ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ R1 കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, R1 എന്ന് വെച്ചാൽ ഈ ഹിഞ്ച് സപ്പോർട്ടിലെ റൊട്ടേഷൻ, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഡിസ്പ്ലേസ്മെൻറ്റ് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാന്ന് പറയുമ്പം ഈ ജോയിൻറ്റിലുള്ള, അതായത് നമ്മുടെ സ്ട്രക്ചർ ഇങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെയുള്ള ഇതാണ് സപ്പോർട്ട് എന്ന് വിചാരിച്ചോ, ഈ ഒരു പോയിൻ്റ് സെൻറ്റർ പോയിൻറ്റിൽ അവിടെയുള്ള സപ്പോർട്ട്, അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് R1-നാണ് നമ്മൾ യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുമ്പോൾ എന്താ വരും, അവിടുത്തെ റൊട്ടേഷൻ, ആ റൊട്ടേഷൻ ആയിരിക്കണം യൂണിറ്റ് വാല്യൂ വേണ്ടത്. അപ്പോൾ ബാക്കിയുള്ള എല്ലാ റൊട്ടേഷനും നമ്മൾ റീസ്ട്രെയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ എന്ത് വരും,
ഇവിടെ ഫിക്സ്ഡ് ആണ്, അവിടെ റൊട്ടേഷൻ ഇല്ല. സോ ഇവിടെ ഇങ്ങനെ വരും. ഇങ്ങനെയാണ് ഇതിൻ്റെ ഇലാസ്റ്റിക് കർവ്, അതാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഇലാസ്റ്റിക് കർവ് വരുമ്പം നമ്മൾ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, അതുകൊണ്ടാണ് ഇങ്ങനെ വന്നത്. ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ തന്നെ ആയിരിക്കണം. അപ്പോൾ ഇവിടെ സ്ലോപ്പ് ഉണ്ടാവേണ്ടത്. നോക്കിയേ, ഇതിൻ്റെ ഡയറക്ഷൻ ക്ലോക്ക് വൈസ് അല്ലേ, അതുകൊണ്ട് ഇതിൻ്റെ ഡയറക്ഷനും ക്ലോക്ക് വൈസ് അല്ലേ. ഓക്കെ. അപ്പോൾ ഇവിടെ ഇതിൻ്റെ റൊട്ടേഷൻ 1 വരും, ഇവിടെ റൊട്ടേഷൻ 1 വരും. ഇവിടെയുള്ള റൊട്ടേഷൻ 0, ഇത് 1 1, ഇവിടെ റൊട്ടേഷൻ 0 വരും. ഓക്കെ. അപ്പോൾ നമ്മൾ എലിമെൻറ്റ് കോർഡിനേറ്റ് അങ്ങനെയാണ് ഇവിടെ ഇങ്ങനെ വന്നിട്ടുള്ളത്. ഓക്കെ. അപ്പോൾ നമ്മുടെ എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്ത് വരും? ആദ്യത്തെ സപ്പോർട്ടിൽ ഫസ്റ്റത്തെ എലിമെൻറ്റ് കോർഡിനേറ്റിൻ്റെ വാല്യൂ, ഇവിടെയുള്ള എലിമെൻറ്റ് കോർഡിനേറ്റ്, ഇവിടുത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് 0, സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് അവിടെയുള്ള റൊട്ടേഷൻ 1, തേർഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് ഇവിടുത്തെ റൊട്ടേഷൻ 1, ഇവിടെയുള്ള എലിമെൻറ്റ് കോർഡിനേറ്റ് 0. ഇനി അടുത്തത് നമ്മൾ R2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യാം. R2 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുമ്പോൾ ബാക്കിയുള്ള എല്ലാ ഡിസ്പ്ലേസ്മെൻറ്റും നമ്മൾ അതായത് റീസ്ട്രെയിൻ ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ ഇലാസ്റ്റിക് കർവ് വരുന്നത്? ഇങ്ങനെയാണ് വരിക അല്ലേ. അതായത് R2 ക്ലോക്ക് വൈസിലാണ്. അപ്പോൾ ക്ലോക്ക് വൈസിൽ വേണമെങ്കിൽ ഇലാസ്റ്റിക് കർവ് ഇതിൻ്റെ ഇങ്ങനെ ആയിരിക്കണം. അതിങ്ങനെ വരച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെയാകുമ്പോൾ ഇവിടെയാണ് 1 വരുന്നത്. R2 നമ്മൾ 1 കൊടുത്തു കഴിഞ്ഞാൽ ഓക്കെ, അവിടെയുള്ള ഡിസ്പ്ലേസ്മെൻറ്റിന്. അപ്പോൾ നമ്മളെ എലിമെൻറ്റ് കോർഡിനേറ്റ് എന്ന് പറയുന്നത് ഫസ്റ്റത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് ഇവിടെ 0 0, ദെൻ ഇവിടെയും 0 0, ഇവിടെയും 0 0 വന്നു. ദെൻ ഇവിടുത്തെ എലിമെൻറ്റ് കോർഡിനേറ്റ് ക്ലോക്ക് വൈസിൽ 1. ഓക്കെ. അപ്പോൾ നമുക്ക് എ മെട്രിക്സ് എന്ത് വരും? R1 = 1 അപ്ലൈ ചെയ്യുമ്പം 0 1 1 0, R2 = 1 അപ്ലൈ ചെയ്യുമ്പോൾ 0 0 0 1 വരും. അപ്പോൾ എളുപ്പമാണിത് ചെയ്യാൻ വേണ്ടിയിട്ട്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഒരു ജോയിൻറ്റിലാണ് നമ്മൾ യൂണിറ്റ് ഡിസ്പ്ലേസ്മെൻറ്റ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ, R1 യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുന്നെങ്കിൽ അത് അങ്ങനെ ജോയിൻറ്റിൽ അപ്ലൈ ചെയ്യുന്ന കേസിൽ എന്ത് വരും? ആ ജോയിൻറ്റിൽ മീറ്റ് ചെയ്യുന്ന 2 മെമ്പറിൻ്റെയും എലിമെൻറ്റ് കോർഡിനേറ്റിന് ആ വാല്യൂ വരും. ഓക്കെ. ഇനി ഇങ്ങനെ ഒരു എൻഡിലാണ് അല്ലെങ്കിൽ ഒരു സ്റ്റാർട്ടിംഗ് പോയിന്റിൽ എൻഡ് സപ്പോർട്ടിലാണ് ആക്ട് ചെയ്യുന്നതെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റിന് മാത്രമേ ആ വാല്യൂ വരുള്ളൂ. ഡിസ്പ്ലേസ്മെൻറ്റിൻ്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്യുന്ന വാല്യൂ യൂണിറ്റ് വാല്യൂ വരുള്ളൂ. ബാക്കിയെല്ലാം 0 ആയിരിക്കും. ജോയിൻറ്റിൻ്റെ കേസിൽ മാത്രം അവിടെ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ ആ ഒരു പർട്ടിക്കുലർ ജോയിൻറ്റിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എലിമെൻറ്റ് കോർഡിനേറ്റിൽ വാല്യൂ വരും. ഓക്കെ. അതുകൊണ്ടാണ് ഇവിടെ എലിമെൻറ്റ് കോർഡിനേറ്റ് 2 and 3ക്ക് 1 1 വന്നത്, ബാക്കി എല്ലാവരുടെ 0 വന്നത്. ഇവിടെ എലിമെൻറ്റ് കോർഡിനേറ്റ് 4ന് മാത്രമേ 1 ഉള്ളൂ, ബാക്കിയെല്ലാം 0. ഓക്കെ. അങ്ങനെയാണ് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫോം ചെയ്യേണ്ടത്. ഇനി അടുത്തത് നമ്മളതിൻ്റെ കെ മെട്രിക്സ് കണ്ടുപിടിക്കലാണ്. സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ്, അതിൻ്റെ ഇക്വേഷൻ എ ട്രാൻസ്വേഴ്സ് KS × A. നിങ്ങൾ ചെയ്ത് നോക്കുക. എ ട്രാൻസ്വേഴ്സ് × KS ആദ്യം മൾട്ടിപ്ലൈ ചെയ്യുക, അതിൻ്റെ കൂടെ പിന്നെ A മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ. കെ മെട്രിക്സ് എന്ന് പറയുന്നത് 8/6 8 2 2 4. ഇനി അടുത്ത സ്റ്റെപ്പ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ് ഫോം ചെയ്യലാണ്. R മെട്രിക്സ് K ഇൻവേഴ്സ് × R ആണ്. K നമുക്ക് ആദ്യം കിട്ടി, അതിൻ്റെ ഇൻവേഴ്സ് × R. നിങ്ങൾ കാൽക്കുലേറ്റർ വെച്ച് ചെയ്ത് നോക്കുക. ആദ്യം K മെട്രിക്സ് R മെട്രിക്സ് ഇൻപുട്ട് ചെയ്യുക, ദെൻ അതിൻ്റെ ഇൻവേഴ്സ് എടുക്കുക, അതിനോട് R മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നമുക്ക് ഇങ്ങനൊരു വാല്യൂ കിട്ടും. 1/i - 1.071.535 എന്നുള്ള വാല്യൂ കിട്ടും. ഓക്കെ. ഇനി അടുത്ത സ്റ്റെപ്പ് നമ്മൾ അതിൻ്റെ എലിമെൻറ്റ് ഫോഴ്സ് കണ്ടുപിടിക്കലാണ്. എലിമെൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫോഴ്സ് എന്ന് പറയും. അതിൻ്റെ ഇക്വേഷൻ നമ്മൾ ഓരോ മെമ്പറിനും എലിമെൻറ്റ് ഫോഴ്സ് അല്ലെങ്കിൽ മെമ്പർ ഫോഴ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്ന് പറയുന്നത് KS Q = KS A × R ആണ്. ഓക്കെ. KS എന്ന് പറയുന്നത് നമ്മളെ സ്ട്രക്ചറൽ സ്റ്റിഫ്നെസ് മെട്രിക്സ്, അത് നമുക്കറിയാം. A എന്ന് പറയുന്നത് ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ്, R മെട്രിക്സ് ഡിസ്പ്ലേസ്മെൻറ്റ് മെട്രിക്സ്. അപ്പോൾ ഇത് മൂന്നും കാൽക്കുലേറ്ററിൽ മെട്രിക്സിൻ്റെ വാല്യൂ ഇൻപുട്ട് ചെയ്തിട്ട് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അങ്ങനെ ചെയ്ത് 4/4 മെട്രിക്സ് ആണ്. ചില കാൽക്കുലേറ്റർ ചെയ്യാൻ പറ്റില്ല. അങ്ങനെ ചെയ്യാൻ പറ്റുന്ന കാൽക്കുലേറ്ററിന് അങ്ങനെ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾ മാനുവലി മൾട്ടിപ്ലൈ ചെയ്യാം. പെട്ടെന്ന് കഴിയും, എല്ലാം 0 ആണ്, എളുപ്പത്തിൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. ആദ്യം KS × A മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ KS × A മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടുന്നത്. അതിൻ്റെ കൂടെ R കൂടെ മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? Qൻ്റെ വാല്യൂ കിട്ടും. ഓക്കെ. ദെൻ നമുക്ക് സപ്പോർട്ട് മൊമെൻറ്റ് കണ്ടുപിടിക്കണമെങ്കിൽ Q + FEM ചെയ്യാം. അപ്പോൾ സപ്പോർട്ട് മൊമെൻറ്റ് കിട്ടും. സപ്പോർട്ട് മൊമെൻറ്റ് കിട്ടിക്കഴിഞ്ഞാൽ ചെക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഹിഞ്ച് സപ്പോർട്ടിൽ എന്താണ് സപ്പോർട്ട് മൊമെൻറ്റ് എൻഡ് സപ്പോർട്ടിൽ 0 ആയിരിക്കും. ഇവിടെ എന്ന് പറയുമ്പോൾ രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് കഴിഞ്ഞാൽ 0 കിട്ടും. അതാണ് ഇവിടെ +3.216 കിട്ടി, ഇവിടെ -3.214 കിട്ടും. ഓക്കെ. രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ 0 വരും.
ഇതിൻ്റെ ബെൻഡിങ് മൊമെൻറ്റ് ഷിയർ ഫോഴ്സും. ഇവിടെ ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാം മാത്രമേ വരച്ചിട്ടുള്ളൂ. നിങ്ങളതിൻ്റെ SFT കൂടി വരക്കണം. നിങ്ങളെ നോട്ടിൽ ചെയ്യുമ്പോൾ അതുകൂടി വരച്ച് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ പ്രോബ്ലം. എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതാണ്, അതുകൊണ്ടാണ് പെട്ടെന്ന് കഴിയുന്നത്. അപ്പോൾ നിങ്ങൾ ചെയ്ത് നോക്കുക, സ്വന്തമായിട്ട് കാൽക്കുലേറ്റർ വെച്ചിട്ട് ചെയ്ത് നോക്കുക. ഓക്കെ, അപ്പോൾ നമുക്കൊരു ഒരു പ്രോബ്ലം കൂടി നോക്കാം. ഈ പ്രോബ്ലം എന്ന് പറയുന്നത് കണ്ടിന്യൂസ് ബീമാണ്. സിംപ്ലി സപ്പോർട്ടാണ്, 3 സപ്പോർട്ടും രണ്ട് എൻഡിൽ ഫസ്റ്റത്തെ സപ്പോർട്ട് ഹിഞ്ച്, മറ്റേത് 2 റോളറാണ്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഫസ്റ്റ് സ്പാനിന് 2EI ആണ്, സെക്കൻഡ് സ്പാനിന് EI ആണ്. അപ്പോൾ ഇതിനാദ്യം കൈനമാറ്റിക് ഇൻറ്റർമിനസി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഹിഞ്ച് സപ്പോർട്ടിനെയാണ് നോക്കേണ്ടത് ബീമിൻ്റെ കേസ് വരുമ്പോൾ. അപ്പോൾ ഹിഞ്ച് സപ്പോർട്ടിന് 1 വരും. ഇവിടെ റോളറാണ്, റോളറിൻ്റെ കേസിൽ കൈനമാറ്റിക് ഇൻറ്റർമിനസി ബീം ആയതുകൊണ്ട് 1, അല്ലാതെ കേസ് നമ്മൾ എടുക്കുമ്പോൾ 2 ആയിട്ട് എടുക്കണം റിയാക്ഷൻസ്, ഡിഗ്രി ഓഫ് ഫ്രീഡം ഹൊറിസോണൽ കൂടി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ. ഇവിടെ നമ്മൾ ഹൊറിസോണൽ കൺസിഡർ ചെയ്യേണ്ട, ഹൊറിസോണൽ നെഗ്ലക്റ്റ് ചെയ്യുന്നത്. സോ 1 തന്നെ വരും, ഇവിടെയും 1 വരും. അങ്ങനെ 3 ആണ് വരുന്നത് കൈനമാറ്റിക് ഇൻറ്റർമിനസി എന്ന് പറയുന്നത്. അപ്പോൾ 3 കൈനമാറ്റിക് ഇൻറ്റർമിനസി വന്നു കഴിഞ്ഞാൽ നമ്മൾ എവിടേക്കാണ് സിസ്റ്റം കോർഡിനേറ്റ്സ് എടുക്കേണ്ടതെന്ന് വെച്ചാൽ ആ 3 സപ്പോർട്ടിലെയും റൊട്ടേഷൻ. സോ R1, R2, R3 എന്ന് പറഞ്ഞിട്ട് നമ്മളതിൻ്റെ സിസ്റ്റം കോർഡിനേറ്റ് ചൂസ് ചെയ്തു. ഓക്കെ, ദെൻ നമ്മളതിൻ്റെ കേസ് മെട്രിക്സ് ഫോം ചെയ്യാം. കേസ് മെട്രിക്സ് ഫോം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം K1, K2, K1 എടുക്കുമ്പോൾ EI/L എന്ന് പറയുമ്പോൾ EI/L × 4 to 2 4 അല്ലേ. അപ്പോൾ K1 എന്ന് പറയുമ്പോൾ എന്ത് വരും? EI എന്ന് പറയുന്നത് 2 ആണ്. അപ്പോൾ 2EI/ ലെങ്ത്ത് 4 to 2 4. സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ EI/4 to 4 to 2 4 എന്ന് വരും. അല്ല, നമുക്കതിനെ രണ്ടിനെയും സെയിം ടേമിലേക്ക് മാറ്റാൻ വേണമെങ്കിൽ ഒന്നുകിൽ EI/12 24 18 12 24 എന്നുള്ള ടേമിലേക്ക് മാറ്റി, EI/12 എന്നുള്ള ടേമിലേക്ക് മാറ്റാൻ വേണ്ടിയിട്ട്. അതായത് ഇവിടെ EI/2 ആണ് വരുന്നത്, ഇവിടെ EI/3 ആണ് വരിക. അപ്പോൾ രണ്ടിനെയും കോമൺ ആയിട്ടുള്ള 12ലേക്ക് മാറ്റി. അപ്പം K2 EI/2 അല്ല, EI ആണ്, EI/L ആണ്, EI/3 × 4 to 2 4. അപ്പോൾ EI/12 × 16 8 8 16. സോ നമുക്കങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? EI/12 24 12 24 12 × 24 അങ്ങനെ ഈ ഒരു മെട്രിക്സ് കിട്ടും. ഓക്കെ, ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ 2 മെമ്പർ വരുമ്പോൾ രണ്ടിനും EI/L ആ എല്ലിനെ കോമൺ ആക്കാൻ നോക്കുക. ഇവിടെ 2ഉം EI/2 ഈ ഒരു കേസിൽ EI/2ഉം EI/3 എന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് EIനെ കോമൺ ആയിട്ട് പുറത്തെടുക്കണമെങ്കിൽ നമുക്ക് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് നമ്മളൊരു കോമൺ നമ്പർ EI/12 എന്നുള്ളതാക്കി. അങ്ങനെ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ 6നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അതുപോലെ തന്നെ ഇതിൻ്റെ കേസിൽ 4നെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. അങ്ങനെ ചെയ്തേ ഉള്ളൂ. ഓക്കെ, അങ്ങനെയാണ് EI/12 വന്നിരിക്കുന്നത്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ EI മാത്രം എടുത്തിട്ടും ചെയ്യാൻ പ്രശ്നമൊന്നുമില്ല. കോമൺ ആയിട്ട് EI മാത്രം പുറത്തെടുത്തിട്ട് 2നെ ഉള്ളിലേക്ക് എടുത്തിട്ട് അങ്ങനെയും ചെയ്യാം. ഓക്കെ, എളുപ്പത്തിന് വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്തു എന്നേ ഉള്ളൂ. ഇനി അടുത്ത സ്റ്റെപ്പ് FEMഉം ഇക്വലൻ്റ് ജോയിൻ്റ് ലോഡും. 2 മെമ്പറിൻ്റെ ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. നിങ്ങൾ ചെയ്ത് നോക്കുക, ഫിക്സ്ഡ് ആൻഡ് മൊമെൻറ്റ്സ് കണ്ടുപിടിക്കുക. സോ അതിൻ്റെ ഇക്വലൻ്റ് ജോയിൻ്റ് ലോഡ് വരുന്നത് ഇങ്ങനെയാണ്. ഫസ്റ്റത്തിൽ 13.33 ക്ലോക്ക് വൈസ്, സെക്കൻഡ് സപ്പോർട്ടിൽ 9.58 ആൻറ്റി ക്ലോക്ക് വൈസ്, തേർഡ് സപ്പോർട്ടിൽ 3.75 ആൻറ്റി ക്ലോക്ക് വൈസ് വരും. ഓക്കെ, ചെയ്ത് നോക്കുക. അടുത്തത് നമ്മളതിന് സിസ്റ്റം കോർഡിനേറ്റ്സ് അല്ലെങ്കിൽ അനാലിസിസ് സ്ട്രക്ചർ എലിമെൻറ്റ് കോർഡിനേറ്റും. നമ്മൾ ഓൾറെഡി പറഞ്ഞു ഡിഗ്രി ഓഫ് കൈനമാറ്റിക് ഇൻറ്റർമിനസി 3 ആയതുകൊണ്ട് ഓരോ സപ്പോർട്ടിലെ റൊട്ടേഷൻ നമ്മൾ സിസ്റ്റം കോർഡിനേറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. ഓക്കെ, നിങ്ങളിവിടെ എഴുതേണ്ട ഒരു കാര്യം, ഇവിടെ നിങ്ങൾ R മെട്രിക്സിൻ്റെ വാല്യൂ കൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ എഴുതണം കേട്ടോ. അതിവിടെ എഴുതിയിട്ടില്ല, അതുകൂടി നിങ്ങൾ ഇതിൻ്റെ കൂടെ തന്നെ R1 R2 R3 എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾ R മെട്രിക്സിൻ്റെ വാല്യൂ കൂടി അവിടെ കാണിക്കുക. R മെട്രിക്സ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഇക്വാലൻ്റ് ജോയിൻ്റ് ലോഡിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള വാല്യൂ ആണ്. അപ്പോൾ R മെട്രിക്സ് R is equal to എന്ത് വരും? ഫസ്റ്റത് ക്ലോക്ക് വൈസ് ആണ്, സോ 13.33 വരും. സെക്കൻഡ് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, സോ -9.58 വരും. തേർഡ് വൺ ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, സോ -3.75 വരും. എന്താണ് നമ്മൾ ഫസ്റ്റ് വൺ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ R1 ചൂസ് ചെയ്തത്, സോ പ്ലസ് തന്നെ. സെക്കൻഡ് ക്ലോക്ക് വൈസിലാണ് ചൂസ് ചെയ്തത്, പക്ഷേ ഇവിടുത്തെ ആൻറ്റി ക്ലോക്ക് വൈസ്, സോ മൈനസ്. ഇത് ക്ലോക്ക് വൈസ് ആണ്, പക്ഷേ ഇവിടെ നമ്മൾ ചൂസ് ചെയ്തത് ആൻറ്റി ക്ലോക്ക് വൈസ് ആണ്, സോ മൈനസ് വരും. ഓക്കെ, ആറിൻ്റെ വാല്യൂ കൂടി അവിടെ എഴുതി വെക്കാം. നമുക്കതിനെ ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് നോക്കാം. ഡിസ്പ്ലേസ്മെൻറ്റ് ട്രാൻസ്ഫോർമേഷൻ മെട്രിക്സ് ഫസ്റ്റ് R1 = 1. ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, R1 = 1 നമ്മൾ കൊടുക്കുമ്പോൾ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാം. ഇലാസ്റ്റിക് കർവ് ഒന്നും വരക്കാണ്ട് തന്നെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. സപ്പോർട്ടിലാണ്, എൻഡ് സപ്പോർട്ടിലാണ്, സ്റ്റാർട്ടിങ് സപ്പോർട്ടിലാണ് കൊടുക്കുന്നതെങ്കിൽ ആ ഒരു സപ്പോർട്ടിൽ മാത്രമേ
ഈ സിസ്റ്റം കോർഡിനേറ്റ്സിന് എലിമെൻറ്റ് കോർഡിനേറ്റിന് യൂണിറ്റ് വാല്യൂ വരും, ബാക്കി എല്ലാവരും 0. സോ 1 0 0 0 ഇങ്ങനെ വരും. അല്ലെങ്കിൽ ഇവിടെ നോക്കുക, ഇതിൻ്റെ ഇലാസ്റ്റിക് കർവ് ഇങ്ങനെയാണ് വരുന്നത്. ഡയറക്ഷൻ ക്ലോക്ക് വൈസ് ആണ്, ക്ലോക്ക് വൈസിലാണ് വേണ്ടത്. അതുകൊണ്ടാണ് ഇത് എന്ത് വന്നത്, ഡൗൺവേർഡായിട്ട് ഡിഫ്ലക്ഷൻ കർവ് വന്നത്. അല്ലാതെ നിങ്ങൾ അപ്വേർഡായിട്ടാണ് ഡിഫ്ലക്ഷൻ കർവെങ്കിൽ എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കിയാൽ മതി. ഇങ്ങനെ അപ്വേർഡ് കൊടുത്തുനിന്ന് വെച്ചോ, സോറി, ഇങ്ങനെ അപ്വേർഡ് കൊടുത്തുനിന്ന് വെച്ചോ. അപ്വേർഡ് കൊടുക്കുമ്പം നമ്മൾ ഡയറക്ഷൻ മാർക്ക് ചെയ്യേണ്ടത് ഈ സ്ട്രെയിറ്റ് ലൈനിന്ന് ഈ ടാൻജൻറ്റിലേക്ക്. അപ്പോൾ ഇതെന്താ ഡയറക്ഷൻ ആൻറ്റി ക്ലോക്ക് വൈസ് അല്ലേ, പക്ഷെ നമ്മളിവിടെ അപ്ലൈ ചെയ്തത് ക്ലോക്ക് വൈസ് ആണ്. സോ ഇങ്ങനെ വരില്ല. ഇലാസ്റ്റിക് കർവ് അപ്പോൾ എന്താണ് വരിക, ഇലാസ്റ്റിക് കർവ് ഡൗൺവേർഡായിട്ടാണ് ഇലാസ്റ്റിക് കർവ് വരുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കർവിലേക്ക് ക്ലോക്ക് വൈസിൽ ഡയറക്ഷൻ വരുള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ 1 വരും, ബാക്കി എല്ലാവരുടെയും 0 വരും. ഓക്കെ, അതാണ് ഇവിടെ 1, ബാക്കി എല്ലാത്തിനും ഡിസ്പ്ലേസ്മെൻറ്റ് 0 വരും. ഇനി അടുത്തത് നമ്മുടെ ഇവിടെ ജംഗ്ഷനിൽ അപ്ലൈ ചെയ്യുമ്പോൾ ആ ജംഗ്ഷനിൽ മീറ്റ് ചെയ്യുന്ന 2 മെമ്പറിലെ അവിടെയുള്ള എലിമെൻറ്റ് കോർഡിനേറ്റിന്, അതായത് 3ക്കും 4നും 1 1 വരും, ബാക്കിയെല്ലാം 0. അതായത് അതിൻ്റെ ഇലാസ്റ്റിക് കർവ് ഇങ്ങനെ വരും. അപ്പോൾ ഇവിടുത്തെ 0, ഇവിടെ 1, ഇവിടെ 1, ഇവിടെ 0 ആണ്. 0 1 1 0 വന്നത്. ഓക്കെ, ഇനി അടുത്തത് തേർഡ് 1ന് യൂണിറ്റ് വാല്യൂ അപ്ലൈ ചെയ്യുക, ക്ലോക്ക് വൈസിലാണ്. സോ അത് ഇങ്ങനെയാണ് ഡയറക്ഷൻ വരുന്നത്, നോക്കിയാൽ മതി. ഇങ്ങനെ ഇതാക്കുമ്പോൾ ഈ ഡയറക്ഷനിൽ ക്ലോക്ക് വൈസിലാണ് സ്ലോപ്പിൻ്റെ ഡയറക്ഷൻ വേണ്ടത്. ഓക്കെ, സോ ഈ ഇലാസ്റ്റിക് കർവ് ഇങ്ങനെ ഈ ഒരു ഷേപ്പിൽ വരും. അപ്പോൾ വാല്യൂ എന്ന് പറയുന്നത് ആദ്യത്തതിൽ 0 ഡിസ്പ്ലേസ്മെൻറ്റ്, സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് 0, തേർഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് 0, ഫോർത്ത് എലിമെൻറ്റ് കോർഡിനേറ്റ് മാത്രം 1 വരും. സോ 0 0 0 1 വരും. ഓക്കെ, അപ്പോൾ എ മെട്രിക്സ് കിട്ടുന്നത് ഇങ്ങനെയാണ്. 1 0 0 0 0 1 1 0 0 0 0 0 1. ഓക്കെ, ഇത് ഇലാസ്റ്റിക് കർവ് ഒന്നും വരക്കാതെ തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് എഴുതാൻ പറ്റും, നോക്കിയാൽ മതി. ഇവിടെയാണ് 1 കൊടുക്കുന്നതെങ്കിൽ അവിടെ മാത്രം 1 വരും ഫസ്റ്റത്തെ കേസിൽ. അപ്പോൾ 1 0 4 എലിമെൻറ്റ് കോർഡിനേറ്റ് വേണം, അവിടെ മാത്രം 1. അപ്പോൾ 1 0 0 0 എന്ന് വരും. അടുത്തത് സെക്കൻഡ് എലിമെൻറ്റ് കോർഡിനേറ്റ് ഒരു ജംഗ്ഷനിലാണ്, അപ്പോൾ ബാക്കിയെല്ലാം 0, അവിടെ 0. ആദ്യത്തേന് എലിമെൻറ്റ് കോർഡിനേറ്റ് 0, സെക്കൻഡിന് അവിടെ വരും, ഇവിടെ 1 വരും, മറ്റേത് 0. ഇനി ഇവിടെ തേർഡ് എലിമെൻറ്റ് കോർഡിനേറ്റിന് 1 കൊടുക്കുമ്പോൾ ഇത് 0 0 0 1. ഇതാണ് എളുപ്പത്തിൽ ചെയ്യാനുള്ള വഴി. ഓക്കെ, ഇനി അടുത്ത സ്റ്റെപ്പ് എ മെട്രിക്സ് ആണ്. കെ മെട്രിക്സ് എ ട്രാൻസ്ഫേഴ്സ് ഇൻറ്റു കെ എസ് ഇൻറ്റു എ. അത് നിങ്ങൾ ചെയ്ത് നോക്കുക, അപ്പോൾ ഇങ്ങനെ വരും. കെ മെട്രിക്സ് എന്ന് പറയുന്നത് എപ്പോഴും ഒരു നിങ്ങൾ ചെയ്ത് ശരിയാണോ ചെക്ക് ചെയ്യാനുള്ള വഴിയാണ്. ഒരു സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം കെ മെട്രിക്സ്. ഓക്കെ, ദെൻ ആർ മെട്രിക്സ് കെ ഇൻവേഴ്സ് ഇൻറ്റു ആർ. കെ ഇൻവേഴ്സ് ഇൻറ്റു ആർ കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കുക, അപ്പോൾ ഇങ്ങനെ ഒരു വാല്യൂ കിട്ടും, കെ മെട്രിക്സ് കിട്ടും, ആർ മെട്രിക്സ് കിട്ടും. അതിനുശേഷം നമ്മളതിൻ്റെ കെ എസ് മെട്രിക്സ്, ക്യൂ മെട്രിക്സ്, ക്യൂ എന്ന് വെച്ചാൽ കെ എസ് എ ഇൻറ്റു ആർ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ക്യൂ മെട്രിക്സ് കണ്ടുപിടിക്കുക. ദെൻ സപ്പോർട്ട് മൊമെൻറ്റ് ക്യൂ പ്ലസ് എഫ് ഇ എം ചെയ്യാം. എഫ് ഇ എം നിങ്ങൾ ഓൾറെഡി കഴിഞ്ഞതിൽ ഇക്വലൻ ജോലിനോട് കണ്ടുപിടിക്കുന്ന സ്റ്റെപ്പിൽ ചെയ്തിട്ടുണ്ടാവും. ഡയറക്ഷൻ നോക്കിയിട്ട് അതിൻ്റെ വാല്യൂ എഴുതാം, അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് ചെക്ക് ചെയ്യാനുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആദ്യത്തത് സിമ്പിളി സപ്പോർട്ടഡാണ്, അവിടെ 0 വരും. എൻഡിൽ സിമ്പിളി സപ്പോർട്ടാണ് 0, സെൻറ്ററിലും രണ്ടും കൂടി കൗണ്ട് ചെയ്തിന് ടോട്ടൽ 0 വരണം. ഓക്കെ, ഇതിൻ്റെ ഫിക്സ്ഡ് ബെൻഡിങ് മൊമെൻറ്റ് ഡയഗ്രാമാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത്. നിങ്ങളിതിൻ്റെ SFD കൂടി വരക്കുക ചെയ്യുമ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ പ്രോബ്ലം. ഈ 2 പ്രോബ്ലം നിങ്ങൾ സ്വന്തമായിട്ട് പെട്ടെന്ന് ചെയ്ത് നോക്കുക. ജസ്റ്റ് ഒന്ന് വീഡിയോ കാണുക, എന്നിട്ട് നിങ്ങൾ ഞാൻ PDF കൂടി അപ്ലോഡ് ചെയ്യുന്നുണ്ട്, എന്നിട്ട് സ്വന്തമായിട്ടൊന്ന് ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.